നമ്മളെല്ലാവരും ഡിവോഴ്സിനെ വളരെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഡിവോഴ്സ് എന്ന് പറയുന്നത് അത്ര വിചാരിക്കുന്ന പോലെ വളരെ മനോഹരമായിട്ടൊരു പ്രോസസ്സൊന്നുമല്ല. ആ ഡിവോഴ്സിലേക്ക് വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിക്ടിം ആയിരിക്കും. ആ വിക്ടിം കടന്നു പോകുന്ന വഴികൾ എത്രമാത്രം എന്താ പറയുക, മെന്റലി അവർ ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ച് വരുന്ന ഓരോ വ്യക്തികൾ നേരത്തെ ജീവിതത്തിൽ നേടിയ കുറേ ഉണ്ട്. അതായത് നമ്മളെ പാർട്ട്ണറിൽ നിന്ന് കിട്ടിയ മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള കുറേ മുറിവുകൾ, ഉണങ്ങാത്ത കുറേ മുറിവുകൾ, ആ മുറിവുകളും കൊണ്ട് മുന്നോട്ട് ജീവിതത്തിൽ സൊസൈറ്റിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഏൽക്കുന്ന കുറേ വിധം നമുക്ക് ഏൽക്കുന്നതായിട്ടുള്ള എന്താ പറയുക അറ്റാക്ക് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം ഞാനൊക്കെ അനുഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതം തരാമെന്ന് പറഞ്ഞ് കുറേ എണ്ണം കൂടും. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ എൻ്റെ ജീവിതം ഇരിക്കുന്നത്. ഞാൻ വിചാരിക്കാറുണ്ട് ജീവിതം തരാമെന്ന് പറയുമ്പോൾ ഇവരുടെ കയ്യിലാണോ എൻ്റെ ജീവിതം ഇരിക്കുന്നത്. പിന്നെ അല്ലാതെ വന്നിട്ട് കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നാണ്, ഒറ്റയ്ക്ക് എങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തുന്നത്? അങ്ങനെ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ പോകും. അപ്പം നമ്മൾ എന്താ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ചുമ്മാ എല്ലാം അവൻ കളഞ്ഞിട്ട് പോയത്, ഇവളെ ഈ സ്വഭാവം തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയറും പെരുമാറ്റവും എല്ലാം മാറും. അല്ലെങ്കിൽ അവർ കരയും ചിലപ്പോൾ നിലവിളിക്കും. എന്തിനാ ഇപ്പം കരയണേ? ലോകത്ത് ആരും ഡിവോഴ്സ് ചെയ്തിട്ടില്ലേ? ലോകത്ത് ആരും ഭർത്താവില്ലാതെ ജീവിച്ചിട്ടില്ലേ? പിന്നത്തെ നിനക്ക് മാത്രം പ്രശ്നം. പക്ഷെ ആ കരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്, അത് ഹീലായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും ഒന്നും ഒരു സൗകര്യം കൊടുക്കില്ല. ചില റിലേഷൻഷിപ്പ് എനിക്കറിയാം, പാരൻസ് ആദ്യത്തെ റിലേഷൻ ഡിവോഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തു, അതിൽ നിന്ന് വരാറില്ലേ, പെട്ടെന്ന് എന്നെ പിടിച്ച് അടുത്തോടെ കെട്ടിക്കാൻ വേണ്ടി നിൽക്കും, അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് ചാടിക്കാൻ വേണ്ടി നിൽക്കും.